എന്താടാ? ആ കൊച്ചുപ്രേമൻ ഇവിടെ എങ്ങനെ വന്നോ? ഇല്ല. എന്തേ? നാട്ടുകാര് തല്ലാൻ ഓടിക്കുന്നിടക്കെ അവൻ എങ്ങോട്ടോ മുങ്ങി. അയ്യോ, മുങ്ങിയെങ്കി ഇനി എവിടെ പൊങ്ങും? ഞാനിവിടെ ഉണ്ട്. ചതിച്ചടാ. ഇതെന്ത് പറ്റിയടാ? ചതിച്ചടാ. എന്റെ സന്താനവർദ്ധനി ചതിച്ചു. നിന്റെ സന്താനവർദ്ധനി കഴിച്ച് ആരെങ്കിലും മരിച്ചോ? മരിച്ചതല്ലടാ, ഗർഭം. ഗർഭിണിയാകാത്തവർക്ക് ഗർഭം ധരിക്കാനുള്ളതല്ലേ നിന്റെ സന്താനവർദ്ധനി? തന്നെ. പക്ഷെ ഇത് ഗർഭിണി അല്ലടാ, ഗർഭണനാ. ഗർഭണനാ? എന്റെ സന്താനവർദ്ധനി കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം, നിർത്താതെയുള്ള ഛർദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട. അതിന്റെ റിയാക്ഷനായത്. അല്ല, എന്താ നിന്റെ വർദ്ധനി? പുകയിലെ ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ? അത് കഴിച്ച് ആരാ ഛർദിക്കാത്തത്? തന്നെ സത്യം പറയാൻ ആരും സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് എടുത്തിട്ടൊക്കെ ചാർത്തി. അങ്ങനെ ഭാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി. അതെ, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. എനിക്ക് ഈ പണി പോയാ ഒരു ചുക്കുമില്ല. ഏറിയാൽ ഒരു 6 മാസം. അത് കഴിഞ്ഞ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ പറക്കലല്ലേ? പറക്കും. കാക്ക മലന്ന് പറക്കും. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാത്ത ഒരുത്തിയാ വരാൻ പോണെന്ന് പറഞ്ഞൊരുത്ത സ്വപ്നം കണ്ട് നടക്കുന്നത്. അഥവാ വന്നാൽ തന്നെ അവളെ കൂടെ ഒരു സായിപ്പും ഉണ്ടാവും. അത് കണ്ട് മാനസ മൈനയും പാടി കെട്ടിത്തൂങ്ങിച്ചാവാൻ ഒരു കയറെടുത്ത് വെച്ചോ. പിന്നെ അവള് വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറഞ്ഞ നിനക്ക് പറ്റിയ ഒരു ആഫ്രിക്കക്കാരെ കൂടെ അവള് കൊണ്ട് തരും. നിന്റെ കരുനാക്കൊല്ലം ഫലിച്ചാണല്ലോ. കല്യാണം, ജോലി തുടങ്ങിയ ഭാവി കാര്യങ്ങളെ കുറിച്ച് നിനക്കറിയണോ? അറിയണമെങ്കിൽ വഴിയുണ്ട്. ദേവി പ്രസാദം ലഭിച്ചൊരു ജ്യോത്സ്യനുണ്ട്. അങ്ങേര് പ്രവചിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. പിന്നെ കൊടുക്കുമ്പോഴെല്ലാം കൂടെ ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങേരെ കാര്യം. എന്ത്? ഇത്രയും വലിയ ജ്യോത്സ്യനായിരുന്നിട്ടും മദ്യം അങ്ങേർക്ക് ഒരു ദൗർബല്യമാണ്. എനിക്കൊരു ജ്യോത്സ്യനും കാണണ്ട. ആരെതിർത്താലും ശരി, ഞാൻ നീലിമയെ വിവാഹം കഴിച്ചിരിക്കും. അപ്പോ ഈ ജ്യോത്സ്യനാരെന്ന് പറഞ്ഞില്ലല്ലോ? ജ്യോതിഷ പണ്ഡിതൻ ഭാസ്കരൻ നായർ. വരുവിൻ, ഇത് വായിക്കുവിൻ, വാങ്ങിക്കുവിൻ, കഴിക്കുവിൻ. ബഹുജനങ്ങളെ, അമ്മമാരെ, എനിക്ക് പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, വാചകമടിച്ച് വീമ്പിളക്കി നിങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു വഴിയോര കച്ചവടക്കാരനല്ല ഞാൻ. വ്യാപകരില്ലാതെ ദേഹമലയ്ക്ക് പണിയെടുത്ത് ക്ഷീണിച്ചവശനായി വീട്ടിൽ ചെന്ന് സ്വന്തം പ്രിയതമയോട് വയ്യ എന്ന് പറയുന്ന പുരുഷന്മാർക്കുള്ളതാണ് ഈ സന്താനവർദ്ധനി. കന്യാകുമാരിയിൽ ഒരു കാർത്തിയായിനി സന്താനവർദ്ധനി കഴിച്ച് 6 മാസം കോമനായ ഒരു കുമാരന് ജന്മം നൽകിയ വിവരം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഇതിന്റെ ഉറവിടം ശ്രദ്ധിക്കൂ. 42 കൂട്ടം പച്ചമാങ്ങകളും പച്ചമരുന്നുകളും 7.5 കൂട്ടം നെയ്ശകലങ്ങളും ചില പ്രത്യേകതരം ഇഴജന്തുക്കളുടെ സത്തുക്കൾ അരച്ചു ചേർത്തുണ്ടാക്കിയതാണ് ഈ സന്താനവർദ്ധനി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അല്ല, പൊള്ളാച്ചി മുതൽ ചെന്നൈ വരെ അല്ല, ബോംബെ മുതൽ മുംബൈ വരെ അല്ല, പിന്നെയോ സിംഗപ്പൂർ, കാൺപൂർ, ജംഷഡ്പൂർ, കോലാലംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സന്താനവർദ്ധനി സ്ഥാനം പിടിച്ചു. 10 വർഷമായിട്ടും പ്രസവിക്കാതിരുന്ന പൊള്ളാച്ചിക്കാരി പെണ്ണമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എന്റെ സന്താനവർദ്ധനിക്ക് കഴിഞ്ഞ വിവരം ഞാൻ അഭിമാനപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. പ്രസവിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എന്റെ സമ്മർദ്ദനികൾ കൊണ്ട് ഗർഭം ധരിച്ച സ്ത്രീകളുടെ കഥ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ ഞാനിവിടെ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസവിക്കാത്ത പുരുഷന്മാർക്കും ഉത്തേജനമില്ലാത്ത സ്ത്രീകൾക്കും വാങ്ങിക്കാം. ഏതാനും കുപ്പികൾ മാത്രം ബാക്കി. കുടുംബാസൂത്രണ കമ്മീഷൻ ഒരു പക്ഷേ ഇതിന്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കാം. അതിനു മുമ്പ് വാങ്ങി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പുറകെ നിൽക്കുന്ന വല്യച്ഛനൊന്ന് വഴിയെടുക്കൂ. ഇതാ വല്യച്ഛ, എല്ലാം മംഗളമായിരിക്കട്ടെ. ഇനി ആരാണ്? ആ, കടന്നു വരും. ഇത് കുട്ടികളെടുത്ത് കഴിക്കാതെ സൂക്ഷിക്കണം. ഇനി ആർക്കാണ് സന്താനവർദ്ധനി? ആളാരാണ്? അപ്പാപ്പൊരു 5 കുപ്പിയെങ്കിലും വേണ്ടി വരും. തൽക്കാലം 1 കുപ്പി തരാം. ചേച്ചിക്ക് വേണം, തരാം. എല്ലാ സ്ത്രീകൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് സന്താനവർദ്ധനി. ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും പോകാം. എല്ലാവരും പിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം. ഭാഗ്യസിദ്ധി ലഭിക്കുന്നവർ എന്നെ അറിയിക്കാൻ മറക്കരുത്. എന്റെ അഡ്രസ് ആ കുപ്പിയുടെ ലേബലിൽ തന്നെയുണ്ട്. തീർന്നു പോയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. 1 കുപ്പി സ്പെഷ്യലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചാ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളുണ്ടാവോ? ഉണ്ടായില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. തെറ്റിദ്ധരിക്കണ്ട, വേറൊരു മരുന്ന് തന്ന് സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. ഇത് കഴിച്ച് ഭർത്താവിന് ഫലം കണ്ടാൽ മാത്രം പണം തന്നാൽ മതി. അതുവരെ ഈ കുട്ടിക്ക് ഫ്രീ. ഇതിന് പ്രത്യുപകാരമായി ചേട്ടൻ എനിക്കൊന്ന് കാണണം. ഞാൻ അടുത്ത ആഴ്ച വരാം. ഒന്ന് എടുപ്പിക്കാനാ. ഈ വരുന്ന വ്യാഴാഴ്ച എയർ ഇന്ത്യയുടെ ബോയിങ് 737 ഫ്ലൈറ്റിൽ എന്റെ നീലിമ ലാൻഡ് ചെയ്യും. എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നു. നമ്മളല്ല, ഞാൻ. നീലിമയുടെ ബാല്യകാല സുഹൃത്തും ഭാവി വരനുമായ ഞാൻ.
ഞങ്ങൾ ഒരുമിച്ച് നേരെ മാമംഗലം തറവാട്ടിലേക്ക്. ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്റർനാഷണൽ ഹോട്ടലിലോ വൈറ്റ് ഹോട്ടലിലോ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്നിരിക്കും. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് നിന്റെ മതാമ്മ കാല് കുത്തിയിട്ടില്ല. അതിനു മുമ്പ് ഒരു വാചകം. വാചകമാണെങ്കിലും കേൾക്കാൻ രസമുണ്ട്. പറയട്ടടാ പറയടാ. ആ, നിനക്കല്പ കോമൺ സെൻസ് ഉണ്ട്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ, വഴിയിൽ റെസ്റ്റ് ചെയ്ത് മാമംഗലം തറവാട്ടിൽ ഞങ്ങൾ കാലുകുത്തുന്നു. അവിടെ അമ്മാവൻ ഹാരമിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു. അമ്മായി അത് പറയാതെ തന്നെ ഞങ്ങൾക്കറിയാം. ചൂലെടുക്കുന്നു അല്ലേ മെന്റസേ? ചാണകം പെട്ടിയ ചൂല്. ഇതാ പറഞ്ഞത് നിനക്കൊന്നും വിവരമില്ലെന്ന്. എടാ, നീലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്റെ അമ്മായി അമ്മയല്ലേ, പിന്നെ അവരെന്തിനു ചൂലെടുക്കണം? അമ്മായി നിലവിളക്കെടുക്കും, കത്തുന്ന നിലവിളക്ക്. പിന്നെ വിവാഹത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ, വിവാഹം, പാർട്ടി, ഹണിമൂൺ ട്രിപ്പ്, റിട്ടേൺ ട്രിപ്പ്. നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ടടാ. പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. പോയാലും സായിപ്പിന്റെ നാട്ടില് കടാപ്പുറത്ത് കൂടി ഞാനിങ്ങനെ പാടി പാടി നടക്കും. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ. എടാ, ഇതൊക്കെ യാഥാർത്ഥ്യമാവണമെങ്കിൽ സായിപ്പിന്റെ നാട്ടിലേക്ക് നീ എന്നെ കൂടെ കെട്ടിയെടുക്കണം. അവിടത്തെ സായിപ്പന്മാർ എന്റെ സന്താനവർദ്ധിനി കഴിക്കണം. മതാമമാർ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കണം. നിന്റെ സന്താനവർദ്ധിനി സായിപ്പന്മാര് കഴിച്ച പിന്നെ മദാമമാരെങ്ങനെ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കും? അതിനല്ലേ സുന്ദരനായ ഈ കൊച്ചു പ്രേമൻ അമേരിക്കയിൽ കാലുകുത്തുന്നത്, അല്ലേ മോനെ മെന്റസേ? അതെ അതെ. അല്ലല്ലോ കൊച്ചു പ്രേമ. അതൊക്കെ പോട്ടെ. നിന്റെ ഭാവി വധുവിനെ സ്വീകരിക്കാൻ നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ ഇൻഡീസെന്റ് ആയി പോവും. ശരി, സമ്മതിച്ചു. അമേരിക്കയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് എയർപോർട്ട് വരെ വരാനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, നിന്റെ ഈ പറഞ്ഞ ഡ്രസ് കിട്ടുകൊണ്ട് അങ്ങോട്ട് പോവരുത്. എന്താ? എയർപോർട്ടിൽ ഡീസെന്റ് ആയിട്ട് പോണം. നീ അമേരിക്കൻ സ്റ്റൈലിൽ. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണമെന്ന് പറയുന്ന ഇതാ. 10:30 ഫ്ലൈറ്റ്. എയർപോർട്ടിൽ പോകാനുള്ള ഫോറിൻ വണ്ടിയുമായി 8 മണിക്ക് എത്തിക്കൊള്ളാന്ന് പറഞ്ഞാൽ കൊച്ചുപ്രേമം പോയത്. മണി ഇപ്പൊ 9 അവൻ ആക്സിഡന്റ് പറ്റി കാണൂ. കരുനാക്കുളച്ചോരം പറഞ്ഞോണ്ടല്ലോ. നിന്റെ കരുനാക്ക് ഫലിച്ചു. കൊച്ചുപ്രേമന്റെ ആരോ മരിച്ചു. എങ്ങനെ മനസ്സിലായി? നീ അങ്ങോട്ടൊന്ന് നോക്കിയേ. എല്ലാം വിധിയാണെന്ന് എഴുതി സമാധാനിച്ചാ മതി. എത്ര മണിക്കാ ശവദാഹം? ആരാ മരിച്ചത്? ആര് മരിച്ചു? പിന്നെ ഈ റീത്ത്? അയ്യാ, കടയിൽ ബൊക്ക തീർന്നു പോയി. എയർപോർട്ടിൽ വെറും കൈയോടെ പോണ്ടാന്ന് എഴുതി റീത്ത് വാങ്ങിച്ചതാ. കാലുമണിക്ക് ഒരെണ്ണം തന്നാണ്ടല്ലോ. അമേരിക്കക്കാരിയല്ലേ വരുന്നത്, സ്വീകരണത്തിന് കൂടി ചേഞ്ച് ആയിക്കോട്ടെ. ഫോറിൻ വണ്ടി എവിടെ? അതിന്റെ കാര്യം പറയാനാ വന്നത്. ഫോറിൻ കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. നീ വിഷമിക്കണ്ട. പുഞ്ചക്കരി കഴിയുമ്പോ ഒരു പാടമില്ലേ, പാടത്തിൽ കൂടെ നീന്തി പോണം. അതല്ലടാ, പാടത്തിന്റെ സൈഡിൽ താമസം തോമാച്ചൻ അറിയോ? അറിയാം. തോമാച്ചൻ ഒരു ഫോറിൻ ടൊയോട്ടയിൽ മണിക്കൂറിന് 300 രൂപ വാടക കൊടുത്താൽ മതി. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കേറി, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇനി ഞാൻ അവർക്ക് എന്തോ എടുത്ത് കൊടുക്കും. ഫ്ലൈറ്റ് ഇറങ്ങി കാണുമോ ഭഗവാനെ? ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അതും ബ്രേക്ക് ഡൗൺ ആയോ എന്തോ. അതെ, ഒരെണ്ണം ഫോണുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ലല്ലോ. അത് പരുന്താണടാ മണ്ട. വളവാണ്, സൂക്ഷിക്കണേ.